ബീഹാർ മുഖ്യമന്ത്രി പദവി ഒഴിയുമെന്ന് സ്ഥിരീകരിച്ച് നിതീഷ് കുമാർ. പുതിയ സർക്കാരിന് തന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും പ്രതികരണം. അല്പസമയത്തിനകം നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബീഹാറിലെത്തിയിട്ടുണ്ട്. നിതീഷ് കുമാർ സ്ഥാനമൊഴിയുന്നതിൽ വൈകാരികമായാണ് JDU നേതാക്കളുടെയും പ്രവർത്തകരുടെയും പ്രതികരണം. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം നെടുങ്ങാടി, അങ്ങനെ നിതീഷ് യുഗത്തിന് ബീഹാറിൽ അവസാനമാവുകയാണ്. ഇനി BJP ഇതുവരെ ബീഹാറിൽ അവരുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴിതാ BJPയുടെ മുഖ്യമന്ത്രി വരാൻ പോകുന്നു. നിതീഷ് കുമാർ രാജ്യസഭയിൽ അംഗമാകാൻ പോവുകയാണ്. നാമനിർദ്ദേശ പത്രിക ഉടൻ സമർപ്പിക്കും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ബീഹാറിൽ 2 പതിറ്റാണ്ടിലേറെ നീണ്ട നിതീഷ് കുമാർ യുഗത്തിന് തിരശീല വീഴാൻ ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ഇക്കാര്യം നിതീഷ് കുമാർ തന്നെ സ്ഥിരീകരിക്കുന്നു ഔദ്യോഗികമായി. കഴിഞ്ഞ 20 മണിക്കൂറിലേറെയായി ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ പടർന്നിരുന്ന അഭ്യൂഹങ്ങൾക്കാണ് ഇതോടെ സ്ഥിരീകരണം ആയിരിക്കുന്നത്. എക്സ്പോസ്റ്റിലൂടെയാണ് നിതീഷ് കുമാർ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തനിക്ക് പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ തുടക്കം മുതൽ തന്നെ രാജ്യസഭയിലോ ലോക്സഭയിലോ അംഗമാകണമെന്നാണ് താൻ ആഗ്രഹിച്ചിരുന്നത് എന്നും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് നിതീഷ് കുമാർ എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വികസിതമായ ഒരു ബീഹാർ കെട്ടിപ്പടുക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള പ്രതിബദ്ധത തുടർന്നും അചഞ്ചലമായി തുടരും. പുതിയ സർക്കാരിന് തന്റെ പൂർണ്ണ പിന്തുണയും മാർഗനിർദ്ദേശവും ഉണ്ടാകും എന്നുമാണ് നിതീഷ് കുമാർ അറിയിച്ചിരിക്കുന്നത്. തിരക്കിട്ട ചർച്ചകളും പട്നയിൽ പുരോഗമിക്കുകയാണ്. നിതീഷ് കുമാർ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ലല്ലൻ സിംഗ് അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി അദ്ദേഹത്തിന്റെ വസതിയിൽ ചർച്ച നടത്തുന്നു. മുതിർന്ന നേതാക്കളോടെല്ലാം തന്നെ പട്നയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞ ദിവസം വൈകിട്ട് തന്നെ നിതീഷ് കുമാർ നിർദ്ദേശം നൽകിയിരുന്നു. കൂടാതെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ BJPയുടെ നേതാക്കളുമായി ചർച്ച നടത്തുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷയും ഇന്ന് നടക്കുന്ന നാമനിർദ്ദേശ പത്രിക ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് BJP നേതാക്കൾ സ്ഥിരീകരിക്കുന്നത്. ഇന്ന് NDAയുടെ 5 സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങ് ഉച്ചയ്ക്ക് 2 മണിയോടെ നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ ചടങ്ങുകൾ നടത്തുക. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമ്പോൾ പകരം മുഖ്യമന്ത്രിയായി ആര് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. നിലവിലെ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി മുഖ്യമന്ത്രിയാകാനാണ് ഏറ്റവും സാധ്യത. മറ്റ് ചില പേരുകൾ, നിത്യാനന്ദ റായ് അടക്കമുള്ള പേരുകൾ, കൂടാതെ ദിലീപ് ജയ്സ്വാൾ മുൻ JP അധ്യക്ഷന്റെ പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. ഉപമുഖ്യമന്ത്രിയായി JDUവിൽ നിന്നും 2 നേതാക്കൾ ഉണ്ടാകാനാണ് നിലവിൽ ധാരണയായിരിക്കുന്നത്. അതിൽ ഒന്ന് നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാർ ആയിരിക്കുമെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.